പശ്ചിമേഷ്യയെ ഒന്നടങ്കം വിഴുങ്ങാൻ പോന്ന യുദ്ധ അഗ്നിയാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തെ ചൊല്ലി ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തർക്കങ്ങൾ. അതുമാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇസ്രയേൽ അമേരിക്ക സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചും. എന്തായാലും ഒരു 60 ദിവസത്തെ സമാധാനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നയിടേക്കാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ അനുമതിയില്ലാതെ കടന്നുപോയി എന്ന് അവർ തന്നെ പറയപ്പെടുന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തർക്കങ്ങൾ തുടർന്ന് ഇരുപക്ഷത്തെയും നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. കടലിലെ ഇറാൻ നടപടികളെ പ്രതിരോധിക്കാൻ അമേരിക്ക അവരുടെ തീരദേശ താവളങ്ങളിൽ നടത്തിയ യുദ്ധവിമാന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രവചനാതീതമായ പ്രത്യാക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷമുണ്ടായ തന്ത്രപരമായ നീക്കങ്ങളുടെ 4ാം ഘട്ടം എന്ന നിലയിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഈ കടന്നാക്രമണം വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് തന്നെയുണ്ട്. അമേരിക്കൻ നിലപാടുകളെ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ ലംഘനമായി കാണുന്ന ഇറാൻ തങ്ങളെ ആക്രമിക്കാൻ അയൽരാജ്യങ്ങൾ മണ്ണ് വിട്ടുകൊടുക്കരുതെന്ന കർശന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതായത് അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുള്ള കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അമേരിക്ക തുടങ്ങിവെച്ച ഒരു യുദ്ധത്തിന് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ പൂർണ്ണമായും അർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ ശത്രു വിമാനങ്ങളെ തകർത്തതായി കുവൈറ്റും ജോർദാനും ഒക്കെ സ്ഥിരീകരിക്കുമ്പോൾ പോലും ആ നാടിന്റെ ആഭ്യന്തര സുരക്ഷ, ആ നാടിന് മറ്റുള്ള നാടുകളുമായുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയും ഒക്കെ വളരെ പ്രധാനമാണ്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക ആസ്തികൾ നശിപ്പിച്ചുവെന്ന് തന്നെയാണ് ഇറാന്റെ അവകാശവാദം. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് മേൽ അതിഭീകരമായ ആക്രമണം ഇറാൻ അഴിച്ചുവിടുന്ന ഘട്ടത്തിൽ ഇതൊക്കെ തന്നെയും അതാത് രാഷ്ട്രങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കുവൈറ്റിലെ അലി അൽ സലാം, അഹമ്മദ് അൽ ജാബർ വ്യോമത്താവളങ്ങളിലെ ഇന്ധന സംഭരണികളും പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളും തകർത്തതായും ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ താവളത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഒക്കെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്ന വണ്ണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന്റെ പ്രതികാരം വീട്ടാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തുടങ്ങിയ പാശ്ചാത്യ നേതാക്കളെ ഉൾപ്പെടുത്തി ഒരു വധിക്കാനുള്ള അല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ ഇറാൻ പുറം ലോകത്തോട് കൊടുത്തിരിക്കുന്നു. അതായത് ആയത്തുള്ള അലി ഖമനേയെ കൊന്ന ആളുകളോട് ഞങ്ങൾ പകരം വീട്ടും, ഇത്രയുമധികം ആളുകളെ ഞങ്ങൾ വധിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സൈനിക നീക്കങ്ങൾ എന്തായാലും ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് പ്രവാസികൾ അധ്വാനിക്കുന്ന ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിൽ തുടർച്ചയായി അപായ സൈറണുകൾ മുഴങ്ങുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയായി ജനങ്ങൾ ഭീതിയോടെ തന്നെയാണ് കാണുന്നത്. ജനങ്ങളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കാനും ഒക്കെ ഭരണകൂടങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ തന്നെ വ്യോമ പ്രതിരോധം അത് വളരെ മികച്ചതായതുകൊണ്ട് ആ നാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഗൾഫ് നാടുകൾക്ക് ഇനി എത്ര നാൾ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നൊരു ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശാഠ്യം നിറഞ്ഞ പോരാട്ടം പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യമാണുള്ളത്. നേരിട്ടോ അല്ലാതെയോ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും ഐക്യത്തോടെ നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ്, പ്രശ്നത്തിലാണ്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ഈ വിലപേശൽ അത് പൂർണ്ണമായും അർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുപോകും. അവിടെ ഉണ്ടാകുന്നത് ഇന്ധന പ്രതിസന്ധി മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു പോക്ക് അതെങ്ങോട്ടാണെന്നുള്ളൊരു ആശങ്ക അത് വളരെ പ്രസക്തം തന്നെയാണ് ഇവിടെ.